ഈ ബൈബിൾ സ്റ്റഡിയുടെ രണ്ടാം ഭാഗം ഇവിടെ ആരംഭിക്കുന്നു. ആടുകളെ നശിപ്പിക്കുവാനുള്ളവൻ, ആടുകളെ കൊന്നു തിന്നുവാനുള്ളവൻ, തുമ്പുകെട്ട ഇടയൻ ഇതാ അടുത്തെത്തിയിരിക്കുന്നു. അത് നാം മുൻകൂട്ടി കണ്ട് വിളിച്ചു പറയേണ്ടതാണ്. ഇത് വിളിച്ചു പറയുമ്പോൾ ജനങ്ങൾ അത് കേട്ട് ഒരുങ്ങിയിരുന്നാൽ അവർ രക്ഷപ്പെടും. എന്നാൽ ഇത് കണ്ടിട്ട് നാം വിളിച്ചു പറയാതിരുന്നാൽ രക്തപാതകം നമ്മുടെ മേലിരിക്കും. വിളിച്ചു പറഞ്ഞിട്ട് അവർ ഒരുങ്ങാതിരുന്നാൽ രക്തപാതകം അവരുടെ മേലിരിക്കും. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നത്? കള്ളപ്രവാചകന്മാരോ സുവിശേഷ വേലക്കാരുടെ വേഷത്തിൽ നടക്കുന്ന കള്ളന്മാരോ അല്ലെങ്കിൽ സഭാ നേതാക്കന്മാരായ കള്ളന്മാരോ ഒക്കെ ഉണ്ടാകട്ടെ, നിങ്ങൾക്ക് എന്താ? നിങ്ങൾ ലോക പോലീസാണോ? ഞാൻ ലോക പോലീസ് ഒന്നുമല്ല. പക്ഷേ ദൈവം എന്നെ ഒരു ജോലി ഏൽപ്പിച്ചിട്ടുണ്ട്. എന്നെ ദൈവം ദേശത്തിന്റെ കാവൽക്കാരനാക്കി വെച്ചിരിക്കുന്നു. ശത്രു വരുന്നത് കണ്ടിട്ട് ഞാനത് വിളിച്ചു പറയാതിരുന്നാൽ രക്തം എന്റെ മേലിരിക്കും. എന്നാൽ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടും ജനം താഴെ ഒരുങ്ങാതിരുന്നാൽ രക്തം അവരുടെ മേലിരിക്കും. അതുകൊണ്ട് വിളിച്ചു പറയുക എന്നത് എന്റെ ജോലിയാണ്, ദൈവം എന്നെ ഏൽപ്പിച്ച കടമയാണ്. എനിക്കത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. പക്ഷേ അവർ ഒരുങ്ങുന്നില്ലെങ്കിൽ രക്തം അവരുടെ മേലിരിക്കട്ടെ. എന്നാൽ ഇത് പറയാതിരുന്ന് ഈ രക്തം മുഴുവൻ ചുമക്കാൻ ഞാൻ തയ്യാറല്ല. ആരെല്ലാം എന്നെ വെറുത്താലും, ആരെല്ലാം എന്നെ പഴിച്ചാലും ദുഷിച്ചാലും, എത്രമാത്രം ഞാൻ കഷ്ടത ഏൽക്കേണ്ടി വന്നാലും ദൈവം എന്നെ ഏൽപ്പിച്ച ജോലി എനിക്ക് ചെയ്തേ മതിയാകൂ. താഴെ നിൽക്കുന്നവർക്ക് 50 അടിയോ 100 അടിയോ 500 അടിയോ അകലം മാത്രം കാണാൻ കഴിയുമ്പോൾ ഗോപുരത്തിന്റെ മുകളിൽ നിൽക്കുന്ന കാവൽക്കാരന് 50 100 മൈൽ അകലെയുള്ള കാര്യങ്ങൾ കാണുവാൻ കഴിയുന്നത് പോലെ പലപ്പോഴും ദൈവദാസന്മാർക്ക് ഭാവിയിൽ വരാൻ പോകുന്ന കാര്യങ്ങളൊക്കെ മുൻകൂട്ടി കാണാനുള്ള കഴിവുണ്ട്. അവരത് കണ്ടിട്ട് വിളിച്ചു പറയുമ്പോൾ പലരും അവരെ പരിഹസിക്കുകയും അടിക്കുകയും കൊല്ലുകയും ഒക്കെ ചെയ്തെന്ന് വരാം. അത് ലോകമുണ്ടായ കാലം മുതൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ്. ഹാബേൽ മുതൽ ഇങ്ങോട്ടുള്ള വിശുദ്ധന്മാരൊക്കെയും അനുഭവിച്ചതാണ്. അതുകൊണ്ട് അതോർത്ത് നാം നിരാശപ്പെടേണ്ടതില്ല. നാം കാണുന്നത് വിളിച്ചു പറയുക. ദേശത്തിന്റെ കാവൽക്കാരായി ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നു. രാത്രി സമയങ്ങളിൽ പലരും ഉറങ്ങിക്കിടക്കുമ്പോൾ സമയം എത്രയായെന്നറിയുവാൻ ആ കാലത്ത് ഒരു മാർഗവുമില്ലായിരുന്നു. ഇന്ന് വാച്ചൊക്കെയുണ്ട്, പക്ഷേ അന്ന് മാർഗമില്ലായിരുന്നു. രാത്രിയിൽ എപ്പോഴെങ്കിലും എഴുന്നേൽക്കുന്നതായ ഒരു മനുഷ്യൻ സമയം എത്രയായി എന്നറിയണമെങ്കിൽ കാവൽക്കാരനോട് ഒച്ചത്തിൽ വിളിച്ചു ചോദിക്കും, കാവൽക്കാരാ രാത്രി എത്രത്തോളമായി? ദൈവമക്കളെ, നാം ദേശത്തിന്റെ കാവൽക്കാരാണ്. ഈ രാത്രി എത്രത്തോളമായി? പ്രഭാതം എത്രത്തോളം ദൂരെയാണ്? ഇതൊന്നും സാധാരണക്കാരായ മനുഷ്യർക്ക് അറിഞ്ഞുകൂടാ. ഒരുപക്ഷെ അവർ നമ്മളോട് വിളിച്ചു ചോദിക്കും, ഈ രാത്രി എത്രയായി എന്ന്. നാം ഉറങ്ങാതെ ജാഗരിച്ചു കൊണ്ടിരുന്നാൽ മാത്രമേ അവർക്ക് മറുപടി കൊടുക്കുവാൻ നമുക്ക് കഴിയൂ. അവരെ പോലെ നാമും ഉറങ്ങിക്കിടന്നാൽ അയ്യോ എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് പറയേണ്ടതായി വരും. അതല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണ വരുത്തുന്ന മറുപടികൾ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതായി വരും. ദേശത്തിന്റെ കാവൽക്കാരനായി വെച്ചിരിക്കുന്ന നിങ്ങൾ ഉറങ്ങുവാൻ പാടില്ല. രാത്രി എത്രയായി എന്ന് വിളിച്ചു ചോദിക്കുന്നവരോട് മറുപടി പറയാൻ സദാ സന്നദ്ധനായി ഒരുങ്ങിയിരിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ ദേശത്തിന്റെ കാവൽക്കാരായിട്ടുള്ള ആൾക്കാർ ദേശത്തിന് കാവൽ നിൽക്കുന്നത് ഈ ഗോപുരത്തിന്റെ മുകളിലാണ്. സാധാരണയായി അത് പട്ടണവാതിക്കലെ ആ ഗേറ്റിന് സമീപത്ത്, ആ ഗേറ്റിന്റെ മുകളിലായിട്ടാണ് ഈ ഗോപുരം ഉണ്ടാക്കുക. രാവിലെ ഗേറ്റ് തുറക്കുകയും രാത്രി അടയ്ക്കുകയും ചെയ്യും. എന്നാൽ കാവൽക്കാരൻ രാവും പകലും ആ ഗോപുരത്തിന്റെ മുകളിൽ ഉണ്ടായിരിക്കും. 8 മണിക്കൂർ വെച്ച് ഷിഫ്റ്റാണ്. 3 ഷിഫ്റ്റിന് ആളുകൾ ഇങ്ങനെ നിൽക്കുമ്പോൾ എപ്പോഴും കാവൽക്കാർ അവിടെ ഉണ്ടായിരിക്കും. ഈ ഗോപുരത്തിന്റെ കീഴിൽ നാം കണ്ടു കഴിഞ്ഞതുപോലെ ഒരു ഗേറ്റ് ആണ്. ആ ഗേറ്റ് രാവിലെ തുറക്കുകയും വൈകിട്ട് അടയ്ക്കുകയും ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പോൾ പാതാളത്തിന്റെ ഗോപുരമെന്നോ അല്ലെ പാതാളത്തിന്റെ ഗേറ്റ് എന്നോ പറഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒന്ന് മനസ്സിലായി കാണും എന്നാണ് ഞാൻ കരുതുന്നത്. പാതാളം എന്ന് പറയുന്നത് ഒരു പട്ടണമാണെങ്കിൽ ആ പട്ടണത്തിന്റെ പ്രവേശന കവാടമാണ് ഗേറ്റ് അല്ലെങ്കിൽ ഗോപുരം. നമ്മൾ ഉപയോഗിക്കുന്ന മലയാളം വേദപുസ്തകത്തിൽ പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ ഇംഗ്ലീഷിലോ മറ്റു ചില തർജ്ജിമകളിലോ നോക്കിയാൽ അല്ലെങ്കിൽ മൂലഭാഷയിൽ നോക്കിയാൽ പോലും ഗോപുരമെന്നല്ല, അവിടെ ഗേറ്റ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഗേറ്റ് എന്ന് തർജ്ജമ ചെയ്താലും ഗോപുരം എന്ന് തർജ്ജമ ചെയ്താലും തെറ്റില്ല. കാരണം നാം ഇപ്പോൾ കണ്ടു കഴിഞ്ഞതുപോലെ ഗേറ്റുണ്ട്, ഗോപുരമുണ്ട്. രണ്ടും എല്ലാ പട്ടണങ്ങളിലും ഉള്ളത് കൊണ്ട്, രണ്ടും ഒരുമിച്ച് നിൽക്കുന്നത് കൊണ്ട് ഗോപുരം തന്നെ ഗേറ്റ്, ഗേറ്റ് തന്നെ ഗോപുരം എന്ന് പറയാം. കാരണം ഗോപുരത്തിന്റെ കീഴിലാണ് ഗേറ്റ്, അല്ലെ ഗേറ്റിന്റെ മുകളിലാണ് ഗോപുരം. രണ്ടും വാതിക്കൽ തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് പാതാള ഗോപുരം അല്ലെ പാതാളത്തിന്റെ പടിവാതിൽ, പാതാളത്തിന്റെ ഗേറ്റ്, ഗേറ്റ്സ് ഓഫ് ഹേഡീസ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ആ തർജ്ജിമയും തെറ്റല്ല. ഇനി ഹേഡീസ് അല്ലെ ഇവിടെ നരകം, പാതാളം എന്നൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കിനെ കുറിച്ച് അല്പം വിശദീകരണം പറയട്ടെ. ഇവിടെ പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് എഴുതിയിരിക്കുന്നു. ഇംഗ്ലീഷിലെ ചില തർജ്ജിമകളിൽ അതിനെ ഹെൽ, ഗേറ്റ്സ് ഓഫ് ഹെൽ എന്നാണ് എഴുതിയിരിക്കുന്നത്. ചില മലയാളം തർജ്ജിമകളിലും നരകവാതിലുകൾ എന്ന് എഴുതിയിട്ടുണ്ട്.
വാസ്തവത്തിൽ നരകം എന്നുള്ള തർജ്ജിമ ശരിയല്ല. കാരണം നരകം എന്ന വാക്ക് ബൈബിളിൽ തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയ്ക്കാണ് കൊടുത്തിരിക്കുന്നത്. നിത്യ നരകം എന്ന് പറയുന്നത് തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയാണ്. എന്നാൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഏറെ തെറ്റിദ്ധാരണ വരുത്തുന്ന ചില വാക്കുകളുണ്ട്. പഴയ നിയമത്തിൽ ഷിയോൾ എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്. പുതിയ നിയമത്തിൽ അതിന് തുല്യമായ ഗ്രീക്ക് വാക്കാണ് ഹേഡീസ് എന്ന് പറയുന്നത്. ഷിയോൾ എന്ന് പറയുന്നത് എബ്രായ ഭാഷയിലെ വാക്കാണ്. പുതിയ നിയമത്തിൽ ഹേഡീസ് എന്ന് പറയുന്നത് ഗ്രീക്ക് ഭാഷയിലെ വാക്കാണ്. അങ്ങനെ പഴയ നിയമത്തിലെ ഷിയോളും പുതിയ നിയമത്തിലെ ഹേഡീസും രണ്ടും ഒന്നു തന്നെയാണ്. ഭാഷ മാത്രമേ വ്യത്യാസമുള്ളൂ. അർത്ഥം എന്താണ്? അത് ഭൂമിക്കടിയിലുള്ള ഒരു സ്ഥലമാണ് ഹേഡീസ് എന്ന് പറയുന്നത്. യേശു ക്രിസ്തു മരിച്ച 3 ദിവസം ഭൂമിക്കുള്ളിലായിരുന്നു എന്ന് നമുക്കറിയാമല്ലോ. യേശു പറഞ്ഞു, യോന കടലാനയുടെ വയറ്റിൽ 3 രാവും 3 പകലും ഇരുന്നത് പോലെ മനുഷ്യപുത്രൻ ഭൂമിക്കുള്ളിൽ 3 രാവും 3 പകലും ഇരിക്കേണ്ടതാകുന്നു എന്ന്. യേശു ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുന്നത് വരെയുള്ള 3 ദിവസം ഈ ഭൂമിക്കടിയിൽ, അതായത് ഹേഡീസിൽ, പാതാളത്തിലായിരുന്നു. അതിനെക്കുറിച്ച് എഫേസ്യ ലേഖനം 4-ാം അധ്യായം 8 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നു. അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് എഴുതിയിരിക്കുന്നു. കയറി എന്നതിനാൽ അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് വരുന്നില്ലയോ? അങ്ങനെ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് പൗലോസും വ്യക്തമാക്കുന്നുണ്ട്. എന്താണ് ഈ പറയുന്നതിന്റെ അർത്ഥം? ഈ ഭൂമിക്കടിയിൽ പാതാളം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതിനെ മുകളിലത്തെ പാതാളം, അധമ പാതാളം, ഇടയിലുള്ള ഭാഗം എന്നിങ്ങനെ 3 തട്ടുകളായി തിരിച്ചിട്ടുണ്ട്. ഏറ്റവും മുകളിലുള്ള ഭാഗത്തെ അബ്രഹാമിന്റെ മടി അല്ലെങ്കിൽ പർദീസ എന്ന് വിളിക്കുന്നു. ഏറ്റവും അടിയിലുള്ള ഭാഗത്തെ അധമ പാതാളം എന്ന് വിളിക്കുന്നു. ധനവാന്റെയും ലാസറിന്റെയും കഥയിലെ ധനവാൻ പോയത് അധമ പാതാളത്തിലേക്കാണ്. ലാസർ അബ്രഹാമിന്റെ മടി എന്നറിയപ്പെടുന്ന ആ പർദീസയിലേക്കാണ് പോയത്. കർത്താവിനോടൊപ്പം ക്രൂശിക്കപ്പെടുകയും പിന്നീട് മാനസാന്തരപ്പെടുകയും ചെയ്തതായ കള്ളൻ കർത്താവിനോടൊപ്പം പർദീസയിലേക്ക് പോയി എന്ന് പറയുന്നത് ഈ പാതാളത്തിലെ പർദീസയിലേക്ക് പോയ കാര്യമാണ്. ഈ 2 ഭാഗങ്ങൾക്കും ഇടയിലായി ടാർട്ടാറസ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. 2 പത്രോസ് 2-ാം അധ്യായം 4-ാം വാക്യത്തിലും യൂദായുടെ ലേഖനം 6-ാം വാക്യത്തിലും പറയുന്ന ദൂതന്മാർ തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയതായ ആ ദൂതന്മാർ അവരെ അന്ധകാരം കൊണ്ട് ചങ്ങലയിട്ട് സൂക്ഷിച്ചിരിക്കുന്നത് ഈ ഇടയിലുള്ള ടാർട്ടാറസിലാണ്. നമ്മുടെ വിഷയവുമായി നേരിട്ട് ബന്ധമുള്ള ഭാഗങ്ങളല്ല ഇതൊന്നും. ഈ ബൈബിൾ സ്റ്റഡിയുടെ 2-ാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു.